ഒരു സ്പെഷ്യൽ മെഴുക്ക് വരട്ടിയാണ്. ഈ ചക്കക്കുരു എന്ന് പറയുന്നതുണ്ടല്ലോ, ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിലവർക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ചക്കക്കുരു ഇഷ്ടമാണ്. ഞാൻ അതിനെ എപ്പോഴും ഏതിൻ്റെങ്കിലും കൂടെ നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല എനിക്ക്. ഞാൻ കയ്പ്പയ്ക്കയുടെ കൂടെ ഇട്ട് വെക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അത് ചെയ്യാറുണ്ട്, പാലക്കാട്. അപ്പോൾ ഈ ചക്കക്കുരും കയ്പ്പയ്ക്കും കൂടി വേവിക്കുമ്പോൾ അതിൻ്റെ ബിറ്റർനെസ് ഒന്ന് കുറയും. കയ്പ്പയ്ക്കയുടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൽ വേറെ ഒന്നും ചേർക്കരുത്, വെറുതെ ഉള്ളിയും മുളകും കൂടെ അരച്ചിട്ട് മാത്രം ചേർക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10-12 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരു കയ്പ്പയ്ക്ക. എനിക്കിതിപ്പോൾ വള്ളയെ കിട്ടിയിരിക്കണം, ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇനി അത് രണ്ടും ഒരേ സമം മുറിക്കുക. ചക്കക്കുരുവിൻ്റെ ആ തൊലി, വെള്ള തൊലിയൊക്കെ കളഞ്ഞ് അതിനെ കഷ്ണം കഷ്ണമാക്കുക. ഇതിനെയും നല്ലോണം ഒന്ന് പൊടിയായി നേർക്കുക. പൊടി എന്ന് പറഞ്ഞാൽ 4 കഷ്ണമാക്കിയിട്ട് പിന്നെ അതിനെ ഒന്ന് ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്, കണ്ടോളൂ. ഈ ചക്കക്കുരു ഇങ്ങനെ ഒന്നിനെ 4-5 കഷ്ണമാക്കിയിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ വേവിക്കണം. ഞാനിപ്പോൾ ഒരു പാനിൽ വെള്ളം വെച്ചു. പാൻ എന്ന് പറഞ്ഞാൽ ചീനച്ചട്ടി, ഇരുമ്പ് ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചു. അതൊന്ന് ചൂടായപ്പോൾ ഞാൻ ഈ കഷ്ണം അതിലിട്ടു. മുറിച്ച കയ്പ്പയ്ക്കയും രണ്ടും കൂടിയിട്ടാണ് വേവിക്കാൻ പോകുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് എന്താ വേണ്ട അറിയോ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു. മുളക് പൊടി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഉള്ളിയും മുളകും കൂടെ അരച്ച് വെച്ചതുണ്ടായിരുന്നു ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിനെ അങ്ങനെ അരച്ചിട്ട് ഞാൻ വെറുതെ ഇത്തിരി കടുക് വറുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ ആ അരച്ചതിനെ തന്നെ അതിലേക്ക് ഇടാൻ പോകണം കേട്ടോ. ഇനി ഇത് നന്നായി തിളച്ച് ഇതിലത്തെ വെള്ളം വറ്റി അത് നല്ല കുറുകി ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയോ എന്തെണ്ണ വേണമെങ്കിലും ഒഴിച്ചിട്ട് അതിനെ അങ്ങനെ മൊരിച്ചെടുക്കാം. ഇതുണ്ടോ, ഇപ്പോൾ അത് നന്നായി ഒന്ന് തിളച്ച് എല്ലാം നന്നായി വെന്ത് ഒന്ന് വറ്റി വന്നു. എന്നിട്ട് ഇനി ഇതിനെ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം അടിയിലിങ്ങനെ മുരിഞ്ഞ് വരുന്നതിനൊക്കെ എടുത്ത് തിന്നുമ്പോൾ ഒരു മുരിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് നന്നായിരിക്കുക, എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. അത് ഇരുമ്പ് ചീഞ്ചട്ടിയിൽ തന്നെ കിടന്നിട്ട് ഇങ്ങനെ വേവും. പണ്ടൊക്കെ എങ്ങനെ അറിയോ, കനലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില നിറയെ ഇട്ടാൽ അതിന് നല്ല മണമാണ്. കറിവേപ്പില ഇടണം, ലാസ്റ്റായിട്ട് ഇടണം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അതിനൊരു മിനുക്ക് പണി ചെയ്തത് എന്താ പറയുക, കുറച്ച് വലിയ ഉള്ളി അവസാനമായപ്പം മുറിച്ചിട്ട് ആ മുരിഞ്ഞ എണ്ണയിലേക്ക് കുറച്ചിട്ടു. നോക്കോളൂ, ആ എണ്ണയുണ്ട് ഇടയിൽ അതിനെ ഞാൻ അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. ഉള്ളിയും മുളകും അരച്ചതല്ലേ ഉള്ളൂ, വേറെ ഉള്ളി ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ഉള്ളി, മീഡിയം സൈസ് ഉള്ളി നന്നായി സ്ലൈസ് ചെയ്തിട്ട് അത് മൊരിഞ്ഞങ്ങോട്ട് വന്നപ്പോൾ ആ എണ്ണയിലേക്ക് ഞാനിതിനെ ഇട്ടു. എന്നിട്ട് ഇനി അതൊന്ന് നന്നായി മൊരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇപ്പം എൻ്റെ ഉള്ളിയൊക്കെ ഞാനിനിയിപ്പോൾ ഇതിനെല്ലാം വാങ്ങി വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പം ഞാനതിനെ പാനിൽ നിന്നൊക്കെ വാരി ഒരു പാത്രത്തിലാക്കി നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ആ ഉള്ളിയും കൂടി ഇട്ടപ്പോൾ ആ ഉള്ളി നന്നായിട്ട് നല്ല ക്രിസ്പിയായിട്ട് അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ വളരെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. ഇത് വളരെ എളുപ്പമാണ്, മുറിക്കേണ്ട പാടേ ഉള്ളൂ. ചക്കക്കുരു മുറിക്കാൻ ഇത്ര പാടാണെങ്കിൽ നിങ്ങൾക്കത് ചതച്ചിട്ട് ചേർക്കും. അതിനൊന്ന് കല്ലുകൊണ്ട് ചതക്കാൻ വേണ്ടി തൊലി കുറച്ച് വരില്ലേ, മുറിക്കാൻ വേണ്ടി കേട്ടോ. ഞാൻ എല്ലാം കഷ്ണമായിട്ട് മുറിച്ച് നന്നായി മുരിഞ്ഞു വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.